വാർത്തകൾ തുടരുന്നു. സ്വർണ്ണ വ്യാപാര രംഗത്ത് നിന്നും വൈദിക ജീവിതമെന്ന അനശ്വര ശോഭയിലേക്ക് വഴിമാറിയ ജ്വല്ലറി ഉടമയുടെ ജീവിതം അനേകർക്ക് പ്രചോദനമാകുന്നു. സമ്പന്നതയിൽ നിന്ന് ദൈവിക അതിസമ്പന്നതയിലേക്ക് നടന്നുകയറിയ ഫാദർ ആന്റണി മേനാച്ചേരി പിന്നിട്ട വഴികൾ ആരെയും ത്രസിപ്പിക്കുന്നതാണ്. ഫാദർ ആന്റണി മേനാച്ചേരി തന്റെ ജീവിതം പറയുന്ന യെസ് ലോർഡ് നാളെ രാത്രി 7:30 ഷെക്കേന ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യും. സ്വർണത്തേക്കാൾ ദൈവനിയോഗത്തിന് വില കൽപ്പിച്ച ജീവിതമാണ് ഫാദർ ആന്റണി മേനാച്ചേരിയുടേത്. തൃശൂരിലെ പ്രമുഖ സ്വർണ്ണ വ്യാപാരിയായ എരിഞ്ഞേരി മേനാച്ചേരി കുഞ്ഞച്ചന്റെ ഇളയ മകനാണ് ഫാദർ ആന്റണി. 11 വർഷത്തോളം ജ്വല്ലറികൾക്കായി സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ച് വിപണനം ചെയ്യുന്ന ഹോൾസെയിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് പ്രവർത്തിച്ച ശേഷമാണ് ആന്റണി സെമിനാരിയിൽ ചേർന്നത്. 10ാം ക്ലാസ് പഠനം പൂർത്തിയായപ്പോൾ തന്നെ സെമിനാരിയിൽ ചേരുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും പിതാവ് കുഞ്ഞച്ചൻ സമ്മതം നൽകിയില്ല. സമ്പന്നതയുടെയും സൗഭാഗ്യങ്ങളുടെയും മധ്യേ കഴിഞ്ഞിരുന്ന തന്റെ മകന് സെമിനാരിയിലെ പരിമിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനാകില്ലെന്ന് സ്നേഹമുള്ള ആ പിതാവ് കരുതി. അതേസമയം മാതാപിതാക്കളുടെ സമ്മതം ലഭിച്ചതിനു ശേഷം മാത്രമേ സെമിനാരിയിൽ ചേരുകയുള്ളൂവെന്ന് ആന്റണിയും തീരുമാനമെടുത്തു. ഒടുവിൽ 26ാം വയസ്സിൽ വിവാഹാലോചനയുടെ സമയം വന്നപ്പോഴാണ് ആന്റണി തന്റെ തീരുമാനം ഉറച്ചതാണെന്ന് വ്യക്തമാക്കിയത്. മനസ്സില്ലാ മനസ്സോടെ പിതാവ് കുഞ്ഞച്ചൻ സമ്മതം നൽകി. ആ ദൃഢനിശ്ചയം എനിക്ക് എന്ന് നിന്നിൽ ഉണ്ടാകുന്നു എന്ന് എനിക്ക് വിശ്വാസം വരുന്നു. കാരണം ഞാൻ അച്ഛൻ പറഞ്ഞത്, ഞാൻ നിന്റെ പിതാവാണ്, എനിക്കറിയാം നിന്റെ ജീവിതത്തെക്കുറിച്ച്. ആ ഒരു നിശ്ചയം എനിക്ക് മനസ്സിലാകുന്നത് വരെ നീ വീട്ടിലായിരുന്നുകൊണ്ട് എല്ലാത്തിലും ഇടപെട്ടുകൊണ്ട് എന്നിട്ടും നിനക്ക് ആ വൈദികനാകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിന്റെ ദൈവവിളിയാണ്. സെമിനാരിയിൽ ചേരുന്നതിന് തൊട്ടുമുമ്പ് അപ്രതീക്ഷിതമായി അമ്മ മരണപ്പെട്ടിട്ടും തന്റെ തീരുമാനത്തെക്കുറിച്ച് പുനരാലോചിക്കാതെ സെമിനാരിയിൽ ചേർന്ന് വൈദികനായി. 2015 ഡിസംബർ 29 അഭിവന്ദ്യ മാർ റാഫേൽ തട്ടിൽ പിതാവിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചു. ഇപ്പോൾ നടത്തറ തിരുഹൃദയ ദേവാലയത്തിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനം ചെയ്യുന്നു. ഉപേക്ഷിച്ചു കളഞ്ഞ ജീവിത സൗഭാഗ്യങ്ങളൊന്നും പിന്നീട് മോഹിപ്പിച്ചിട്ടില്ല. തിരുപ്പട്ടം സ്വീകരിച്ചതിനു ശേഷം ഇന്നുവരെ ഒരു ദിവസം പോലും സ്വന്തം വീട്ടിൽ താമസിച്ചിട്ടില്ല. വിശേഷാവസരങ്ങളിൽ എത്തിച്ചേരുമെങ്കിലും രാത്രിയായാൽ തിരികെ തന്റെ പള്ളിമുറിയിലേക്ക് മടങ്ങും. സന്യാസ പുണ്യങ്ങളെ ഹൃദയം കൊണ്ട് പുണർന്നു മുന്നേറുന്ന ഈ യുവ വൈദികൻ ഇന്നു സഭയിൽ അനേകർക്ക് പ്രചോദനമാകുന്ന വെളിച്ചമാണ്. ഫാദർ ആന്റണി മേനാച്ചേരിയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന യെസ് ലോർഡ് എന്ന പ്രോഗ്രാം തിങ്കളാഴ്ച വൈകിട്ട് 7:30 ഷെക്കേന ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.